കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് മക്കളില്ല. ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കുട്ടീനെ ഉണ്ടാക്കിയോ? നീ ചില്ലറക്കാരനല്ലല്ലോ അളിയാ. വായടക്കി. കണ്ടിട്ട് ഇപ്പൊ ജനിച്ച കുട്ടിയെ പോലെ ഉണ്ടോ? തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഞങ്ങൾക്ക് എങ്ങനെയാ കുട്ടികളുണ്ടാവുക? ലാവണ്യ എങ്ങാനും പ്രഗ്നന്റ് ആയോ? അതിന് വേണ്ട വലുതും ഞങ്ങൾ ചെയ്തോ? അറ്റവും മൂല്യമില്ലാതെ കാര്യങ്ങൾ പറയല്ലേ. ചേച്ചി ചേച്ചി പെട്ടെന്നൊരു കുട്ടിയെയും കൊണ്ടുവന്ന് ഇത് എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും ബ്ലഡ് പ്രഷർ ഉയരുന്ന അത്ര ഷോക്ക് ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പെട്ടെന്ന് പറ. ഇതൊരു അനാഥ കുട്ടിയാ. എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. ഞാൻ ഇവനെ നോക്കിക്കോളാം. ഇവന്റെ അമ്മ ആയിക്കോളാം. പത്രക്കാരെയും ലോക്കൽ ചാനലുകാരെയും എല്ലാരെയും വിളിച്ചോ. അമ്മയുടെ മൂത്ത മരുമകള് ഒരു അനാഥ കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന കാര്യം 4 ആൾ അറികെ ഒന്ന് വിളിച്ചു പറയമ്മേ. ജനങ്ങള് മുദ്രാവാക്യം വിളിക്കും. മഹിളാ സംഘങ്ങള് എന്നെ വിളിച്ച് ആദരിക്കും. ഈ നാട്ടില് മാത്രമല്ല, എന്റെ പേര് ഈ രാജ്യം മൊത്തം അങ്ങനെ അറിയാൻ പോവാ. അത് കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും എനിക്ക് വലിയ ബഹുമതിയും ലഭിക്കും. അതാ എനിക്ക് ശരിക്കും കിട്ടുന്ന അംഗീകാരം. ചേച്ചിയിലെ മാതൃത്വവും മനുഷ്യത്വവും നിറഞ്ഞു തുളുമ്പോ ചേച്ചി. ചേച്ചി ശരിക്കും വളരെ ഗ്രേറ്റാ. ഇനി അങ്ങനെ പറ. വളരെ വലിയ കാര്യമല്ലേ ചെയ്ത്. സ്ത്രീജനങ്ങള് നിന്നെ ചിലപ്പോ ഒരു പാഠമാക്കിയേക്കും. നിങ്ങൾക്ക് ഉറപ്പായും മഹിളാ ശിരോമണി എന്ന ബിരുദവും ലഭിക്കും. ഇതൊക്കെ കാണുമ്പോ എനിക്കെന്തോ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ പ്രശ്നം വരുന്ന പോലെ തോന്നുന്നേ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ശരിക്കും ഈ കുട്ടി എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അനാഥ കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ? ഈ സിറ്റുവേഷന് പറ്റിയൊരു പാട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. പാടി നോക്കട്ടെ. പാട്. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ. താങ്ക് യു ഏട്ടാ. കുറച്ചു നേരം എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടുന്ന് നീ ഈ കുട്ടിയെ കൊണ്ടുവന്നേന്ന് മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞു. കൊച്ചു കുട്ടികളെ വെച്ച് കളിക്കല്ലേ. അംഗീകാരം തീരുമാനിക്കുന്നതൊക്കെ ദൈവമാണ്. ഈ കുഞ്ഞ് കുറച്ചു നേരം കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാ പോലീസ് വരുമെന്നാ തോന്നുന്നേ. വെറുതെ നിന്ന് പരിങ്ങാതെ ഈ കൊച്ചിനെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നോന്ന് പറ. ആരാ നിങ്ങള്? അവന്റെ അച്ഛനും അമ്മയാ. അമ്പലത്തിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് കാണാതായി. ടെൻഷൻ അടിച്ച് അവിടെ അന്വേഷിക്കുമ്പോ കണ്ട ഒരാള് നിങ്ങളുടെ മരുമകളാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാതെ നേരിട്ട് ഈ വീട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു. കുട്ടി അങ്ങോട്ട് കൊടുക്ക. ഞാൻ കൊടുക്കില്ല. ഞാൻ വളർത്തിക്കോളാം. നിങ്ങൾക്കതിനുള്ള മനുഷ്യത്വം ഉണ്ട്. അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്ത് വളർത്തിക്കോ. ഞങ്ങളുടെ കുട്ടിയെ വളർത്താന്ന് പറയുന്നത് എന്തിനാ? നിന്നോട് ഞാൻ പറഞ്ഞത് കൊടുക്ക. എന്റെ കുട്ടി പറഞ്ഞേ. സംഭവിച്ചതിനൊക്കെ ഞങ്ങൾ ക്ഷമ ചോദിക്കുക. ദയവ് ചെയ്തൊന്നും തോന്നരുത്. ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് സാർ. കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് നിയമപരമായി തെറ്റാ. കിഡ്നാപ്പ് കേസാവും സാറേ. വാടി. നിനക്കെന്താ ബുദ്ധിയില്ലേ? അംഗീകാരം പരിഗണന എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നേ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അനാഥകളെ ദത്തെടുത്ത് വളർത്തുന്നത് തെറ്റല്ല മോളെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാമല്ലോ. അതല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല.
നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടിയുണ്ടായാൽ അതായിരിക്കും ഐഡന്റിറ്റി ആവുന്നത്. അങ്ങനെ ഈ വംശത്തിനൊരു പേരുണ്ടാക്കുന്നത്. ഇതെന്ത് പണിയാ മോളെ? മേലാൽ ഇത്തരം തോന്നിയാസം ചെയ്യരുത്, മനസ്സിലായല്ലോ? ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. തെറ്റായ വഴിയില് വലിയ ആളാവാൻ നോക്കിക്കഴിഞ്ഞാലേ അതിന്റെ പേരുദോഷം വീടിനാ. അയ്യോ ചേച്ചി, ചേച്ചി എന്താ ചെയ്തേ? എനിക്കിത് കാണുമ്പോ എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു. സിസ്റ്ററെ, ഈ കുട്ടികളുടെ കോൺസെപ്റ്റ് അല്ലാതെ നിനക്ക് മറ്റൊരു ഐഡിയ ഞാൻ തരാം. ഇങ്ങനത്തെ ഓരോ പ്ലാൻ പറയുന്നതിന് നിങ്ങളെ കുനിച്ചു നിർത്തി ഇടിക്കണം. നിങ്ങളെ ഞാനെന്ന് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതേടാ, എന്റെ മോളുടെ ലവ് മാരേജാ. എന്താണെങ്കിലും എന്താ, അവക്ക് ഇഷ്ടമുള്ള കല്യാണം നടത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. എടാ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഇനിയും എന്താ മോളെ? ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിന് ചിലപ്പോ ഒരു സമാധാനം ഉള്ള പോലെ തോന്നും, ചിലപ്പോ സുനാമി വരുന്ന പോലെ. ഞാൻ ഒരുപാട് വിധത്തില് ശ്രീകരേട്ടനെ എന്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. അവനെയായിട്ട് കൂടുതൽ ഒട്ടിക്കൊണ്ടിരിക്കുക. ശ്രീകരനെ അങ്ങ് മറക്കാൻ പറഞ്ഞാ ചാവൂന്നല്ലാതെ മറക്കാൻ വയ്യെന്നല്ലേ പറയുന്നേ? എന്നിട്ടും ദിവസവും നീ അനുഭവിക്കുന്ന ഈ നരകയാതന കണ്ടിട്ട് സഹിക്കാൻ വയ്യ മോളെ. ആസ് പേരൻസ് നീ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു, നീ പറയുന്നതെല്ലാം ചെയ്യുന്നു. അതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ഒരേ വണ്ടിയിലെ രണ്ട് കാളകളെ പോലെ ഞാനും അവനും ഒരേ വീട്ടിൽ നിന്ന് ഒരു ചുവടിന് മറുചുവട് വച്ചുകൊണ്ടിരിക്കുക. വിജയം ചിലപ്പോ എന്റെ ഭാഗത്താണെങ്കിൽ ചിലപ്പോ അത് അവനുടെ കൂടെ ആയിരിക്കും. എന്നും ഇങ്ങനെ ഓരോ ടാസ്ക് സഹിക്കുന്നത് ബുദ്ധിമുട്ടാ. അൾട്ടിമേറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാ അവനില്ലാത്ത ശ്രീകരനെ എനിക്ക് മാത്രമായിട്ട് വേണം. അവനിയുടെ നിഴല് പോലും പതിക്കാത്ത ശ്രീകരനെ എനിക്ക് മാത്രമായിട്ട് വേണം. അവനി തുണയില്ലാത്ത ശ്രീകരനെ എനിക്ക് വേണം. 5 മിനിറ്റ് പോലും തമ്മിൽ വേർപിരിഞ്ഞിരിക്കാതെ ഒട്ടിച്ചേർന്നിരിക്കുക അവര്. അപ്പൊ നീ ആഗ്രഹിക്കുന്നതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാ പറയുന്നേ? അതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, അതുപോലെ ചെയ്യാം. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം വിചാരിച്ച പോലെ നടക്കും. എന്താ വേണ്ടതെന്ന് പറ മോളെ. എങ്ങനെയുണ്ട്? വളരെ നീറ്റ് പ്ലാനാ മോളെ. കളവും കൊലയും ഒന്നും ഇല്ലാത്ത നീറ്റായ ഒരു ഐഡിയ. എന്തായാലും അവസാനം നല്ലൊരു ഐഡിയ പറഞ്ഞല്ലോ നീ. ഇതൊരു നല്ല ഐഡിയ. ഈ ഐഡിയയിൽ എന്തായാലും ശ്രീകർ പെടാതിരിക്കില്ല, അതിലൊരു സംശയവും വേണ്ട. നീ പറഞ്ഞതുപോലെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാം. അത് നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇനി വെറുതെ ലേറ്റ് ആക്കണ്ട, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. നിങ്ങളെ നല്ലൊരു ടൈം നോക്കി അങ്ങ് വന്നാ മതി. ശരി മോളെ, ബൈ. ബൈ മോളെ. ബൈ, ടേക്ക് കെയർ. ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോ 10 അടി പിന്നിലേക്ക് പോവുകയാണ്. ഞാൻ നിഹാരികയുടെ തനി സ്വരൂപം പുറത്തറിയിച്ച് നിഹാരിക അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നിഹാരിക എന്നെ അങ്ങ് കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയ പരാജയങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞാൻ കൊടുത്ത വാക്ക് ഞാൻ എപ്പോഴും പാലിക്കും. നിഹാരിക പക്ഷേ അതിരുകൾ കടന്ന് കുറ്റങ്ങളാ ചെയ്യുന്നത്. ഞാനിവിടെ സഹനങ്ങൾ പാലിക്കുമ്പോ അവളവിടെ ശത്രുത്വം വളർത്തിയിട്ട് അനാവശ്യമായ കാര്യങ്ങളാ ചെയ്യുന്നത്. എത്ര കാലം, ഇനിയും എത്ര കാലം നീ അനീതി കാണുന്നില്ല എന്ന് വെക്കും? ഇനി എത്ര കാലം
ആ ദുഷ്ടശക്തിയിൽ നിന്നുള്ള വേദനകൾ ഞാൻ സഹിക്കേണ്ടി വരും. എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടു തരില്ലേ? എന്റെ താലി ആർക്കും കാണിച്ചു കൊടുക്കില്ലേ? എന്റെ കുടുംബത്തിൽ എന്നെ ചേർക്കില്ലേ? മരുമകളാണെന്ന അംഗീകാരം എനിക്ക് ലഭിക്കില്ലേ? എന്നോട് നിനക്ക് ദയ തോന്നുന്നില്ലേ? അനീതിയാണമ്മേ, ഇത് വലിയ അനീതിയാണ്. നിങ്ങൾ ഇങ്ങനെ പക്ഷഭേദം കാണിക്കരുത്. സഹിച്ച് മടുത്ത് ജീവിതത്തോടൊപ്പം വിരക്തി തോന്നുന്നുണ്ട്. എന്റെ ജീവിതം എനിക്ക് തിരിച്ചു താ. എന്റെ ജീവിതത്തിലെ വെളിച്ചം എനിക്ക് തിരിച്ചു കൊണ്ടുതാ. നിഹാരിക കാരണം എനിക്കും എന്റെ ശ്രീകരേട്ടനും ഇടയില് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിവിടെ കെട്ടുകയാണ്. ഞങ്ങളെ നീ ആശീർവദിക്കണം. ഇതെന്താ ഇന്ന് ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചത്? എന്റെ പ്രാർത്ഥനയ്ക്ക് വിപരീതമായി മറ്റെന്തെങ്കിലും സംഭവിക്കാൻ പോവാണോ? മറ്റെന്തെങ്കിലും രീതിയിലുള്ള തടസ്സം നേരിടാൻ പോവാണോ? വേദവതിയമ്മേ, വേദവതിയമ്മേ, സുഖാണല്ലോ അല്ലേ? സുഖമാണ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. ആയിക്കോട്ടെ. മോളെ നിഹാരിക, പുറത്തേക്ക് വാ മോളെ. ദാ വരുന്നു അമ്മേ. എന്ത് വിശേഷമായി വന്നാ തോന്നുന്നു? അതെ സർ, പറഞ്ഞോളൂ. മരുമോനും കുടുംബത്തിൽ ബാക്കിയുള്ളവരും എല്ലാം ഒന്ന് എത്തട്ടെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാനുള്ള കാര്യമാണത്. ശ്രീകർ, ഒന്ന് പുറത്തേക്ക് വേടാ. മമ്മി, ഡാഡി, എന്താ പെട്ടെന്ന് ഒരു ഫോൺ പോലും വിളിക്കാതെ? ഒരു പ്രധാന കാര്യം പറയാന്ന് കരുതി വന്നതാ. ആണോ? എന്താ അത്? അവനും കൂടി ഒന്ന് വരട്ടുമോളെ, പറയാം. ദാ വന്നല്ലോ, ഇനി പറ. വന്നിരിക്കും മോനെ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇത് നീയുമായി ബന്ധപ്പെട്ട എന്തോ ഇമ്പോർട്ടന്റ് കാര്യമാ. പോയി ഇരിക്കടാ. എന്താ കാര്യമെന്നറിയാൻ എല്ലാരും ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുക. ഒന്ന് പെട്ടെന്ന് പറ. ഞങ്ങളുടെ നിഹാരിക നിങ്ങളുടെ ആചാരങ്ങളുമായി നന്നായി പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? പറഞ്ഞോളൂ. നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങളുടെ മകനും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ ഒന്ന് പെട്ടെന്ന് പറയേ. നിങ്ങൾക്ക് എന്തൊരു പ്രയാസം പോലെ. ഞങ്ങളുടെ മരുമകനെ ഒരു 10 ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുമോനെ. ചേട്ടനിപ്പോ ഷോക്ക് അടിച്ചു കാണും. ഇനി ഇരിക്കാൻ കഴിയില്ലെന്നേ. ഈ കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. നിങ്ങളുടെ മോനെ ഒരു 10 ദിവസം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ വേണ്ടിയാ. ഞാൻ വരില്ല.
അതെന്താ മോനെ അങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിഹാരി എവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അത് വേറെ കാര്യം. അപ്പോ പെൺകുട്ടികൾക്കും നിനക്കും വെവ്വേറെ റൂളാ? അതല്ല ആന്റി. നോക്കു മോനെ, നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് നിഹാരികയെ കൊണ്ട് കുറച്ച് പൂജകൾ ചെയ്യിക്കാനുണ്ട്. ആ പൂജയില് നീയും നിർബന്ധമായിട്ടും വേണം. ഉടനെ തന്നെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഘോഷമാണത്. ഇവരുടെ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ചടങ്ങായതുകൊണ്ട് രണ്ടുപേരും ചേർന്ന് നടത്തിയാൽ അത് അനുഗ്രഹമായിരിക്കും. ഓ, ഇവള് പുറത്തു പോയതായിരുന്നോ? സീനിലേക്ക് വരാത്ത എന്താന്ന് കരുതി ഇരിക്കുമായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നേ? നിന്നെ സംബന്ധിക്കുന്നതല്ല. നീ വലിയ ആള് കളിച്ച് എല്ലാത്തിലും കയറി ഇടപെടണ്ട. എല്ലാം കേട്ട് കാണുമല്ലോ, പിന്നിങ്ങനെ അഭിനയിക്കുന്ന എന്തിനാ? ശ്രീകരേട്ടനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു 10 ദിവസം നിർത്തണോന്ന്. അങ്ങനെ പോവാൻ പാടില്ലല്ലോ. ആയിക്കോട്ടെ, നിനക്കെന്താ ഇത് കാര്യം? നീ പോയി നിന്റെ പണി നോക്ക്. ആന്റി, കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ശരിയല്ല ആന്റി. അപ്പൊ ഒരു പെൺകുട്ടിയെ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കൊണ്ടു നിർത്തുന്നത് ശരിയാണോ? വേദവതി അമ്മയുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾക്കും മറ്റുള്ള കുടുംബങ്ങളുടെ ശീലത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടത് പഠിപ്പിക്കാൻ വേണ്ടി അവളെ കൊണ്ടുവന്നത്. എല്ലാവർക്കും അവരവരുടെ ആചാരം വലുത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾ എന്തു പറയുന്നു വേദവതി അമ്മേ? അമ്മേ, അമ്മ വിളിച്ചപ്പോ തന്നെ ഒരക്ഷരം പോലും അറുത്ത് പറയാതെ ഞാൻ അമ്മയുടെ കൂടെ വന്നത്. ഇപ്പോ എന്റെ പാരന്റ്സ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അപേക്ഷിച്ചിട്ടും ശ്രീകരേട്ടൻ വരില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് ന്യായമാണോ? എന്റെ പാരന്റ്സിന് എത്രമാത്രം വിഷമമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ വരും മോളെ. ഉറപ്പായിട്ടും അവൻ വരും. താങ്ക്സ് അമ്മേ. അമ്മേ, എന്താ ഇത്? എനിക്കിഷ്ടമില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ പോയി നിൽക്കുക? അത് നിന്റെ ഭാര്യയുടെ വീടാ. അതെങ്ങനെ ഇഷ്ടമില്ലാത്ത സ്ഥലമാവുന്നേ? മര്യാദയ്ക്ക് സംസാരിക്കുക. മനുഷ്യർക്ക് ഹാർട്ടാവുന്ന രീതിയിലാകരുത്. ഇത്രയും കാലം അവര് നമ്മൾ പറയുന്നതാ കേട്ടത്. അവര് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുമ്പോ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അത് എതിർക്കരുത്. 10 ദിവസം അവിടെ വന്ന് നിന്നാ നിങ്ങൾക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒന്നുകൂടെ വളരും മോനെ. ഒരു 10 ദിവസം പോയി നിക്കടാ, ഞങ്ങൾക്കൊരിത്തിരി സമാധാനം കിട്ടും. കൂടാതെ അവരുടെ എന്തോ ഉത്സവോ ചടങ്ങോ എന്തൊന്നൊക്കെയോ അവര് പറയുന്നുണ്ടായിരുന്നല്ലോ. പോയിട്ട് വാടാ, അവരുടെ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടാലോ. നാളെ നല്ല ദിവസമാ, ഇവരെ പറഞ്ഞയക്കാമേ. അമ്മേ ഗൗതമി, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നാളെ എന്റെ മകനും നിങ്ങളുടെ മകളും കൂടി വീട്ടിലേക്ക് വന്നിരിക്കും. ശ്രീകർ എതിർത്തൊന്നും തന്നെ പറയില്ല. എന്താണെന്ന് വെച്ചാ എന്റെ ആജ്ഞ എന്ന നിലയിൽ ശ്രീകറിന് ഇത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ഇനി ഒരു മറുവാക്കുണ്ടാവില്ല. ശ്രീകർ അവിടെ വന്ന് 10 ദിവസം നിൽക്കും. നിങ്ങളുടെ പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കട്ടെ. ഇത് നിഹാരികയുടെ പ്ലാനാണ്. ശ്രീകരേട്ടനെയും എന്നെയും തമ്മിൽ അകറ്റി നിർത്താനാ ഇങ്ങനെയൊക്കെ അവള് ചെയ്യുന്നത്. 10 ദിവസം അവിടെ നിന്നാ നിഹാരിക്ക് എന്ത് ചെയ്യോ എന്തോ. വസന്ത, നീ ഇവർക്കെല്ലാവർക്കുള്ള കോഫി എടുക്ക്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ വാക്കിന് വില തന്നല്ലോ. ഞങ്ങൾക്ക് അത്രമാത്രം മതി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി, പോയി വരാം കേട്ടോ. നാളെ അവനെയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കണേ മോളെ. ശരി അമ്മ. ശ്രീകർ അങ്ങോട്ട് പോകുന്നതിന് ആവനിക്ക് എന്താ പ്രശ്നം? ആവനിയുടെ മുഖത്തെന്താ എന്തോ ഒരു വിഷമം കാണുന്നേ? ഭാവി ഭാര്യ വീട്ടിലേക്കാ പോകുന്നത്. അതിന് അവനിക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? നാളത്തേക്ക് റെഡി ആയിട്ടിരിക്കുക.
എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനും നോക്കിയേക്കരുത്. വരുവേദ. നാളെ ഭാര്യ വീട്ടിലേക്ക് ഭാവി മരുമകൻ വരാൻ പോവാ. ഏട്ടനുള്ള സ്വീകരണം ഒരു വലിയ ആഘോഷം തന്നെ ആയിരിക്കും. വേനൽക്കാലത്തെ തവളയെ പോലെ അവന്റെ മുഖം അങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ? ഇതെല്ലാം നിന്റെ പ്ലാനാ അല്ലേ? യെസ് ചേച്ചി. 10 ദിവസം ശ്രീകരേട്ടൻ അടുത്തില്ലെങ്കിൽ ആ ആവൻ ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടും.